Hello, this is Robin. നമ്മൾ ഇന്ന് പോകുന്നത് സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിന്റെ മൂന്നാം ഭാഗത്തിലേക്കാണ്. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്ന ട്രെയിനിങ് സെഷൻസിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസും പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പവഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഈ ചാനൽ 10 പ്ലേലിസ്റ്റുകളുണ്ട്. എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബേസിക്സ് തൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ്. ടെലിഫോണിക് കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം. ടെലിഫോണിലൂടെയുള്ള സംഭാഷണം. ടെലിഫോണിക് കോൺവെർസേഷൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഫോണിൽ സംസാരിക്കുന്നവരാണ്, മറ്റുള്ള ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത് അല്ലേ? ഇനി നമുക്കത് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്നാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സെൻറ്റൻസസ്, ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ഒരാൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ 2 ഫ്രണ്ട്സ് തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരാളുടെ പേര് റോബിൻ, എൻ്റെ പേര് തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ ഇടുന്നത് ജോൺ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജോണും റോബിനും തമ്മിലുള്ള സംഭാഷണമാണ്. ജോൺ ആണ് എന്നെ വിളിക്കുന്നത്. നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഇത് സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിനുള്ളതാണ്. ജോൺ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ എന്നുള്ള വാക്കെന്താ? നൗ. ഇപ്പോൾ എന്നുള്ള എന്താണ്? നൗ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ, നൗ. നീ, യു. നിങ്ങൾ അല്ലെ നീ, യു. അപ്പം ഇപ്പോൾ എന്നുള്ള നൗ ആണ്, നീ എന്നുള്ള യു ആണ്. എവിടെ എന്ന വാക്കെന്താ? വേർ. എവിടെ? വേർ. WHERE, വേർ. അപ്പോൾ ഇപ്പോൾ, നൗ, നിങ്ങൾ, യു, എവിടെ, വേർ. നീ ഇപ്പോൾ എവിടെയാണ്? എങ്ങനെ പറയും? വേർ ആർ യു നൗ? വേർ ആർ യു നൗ? വേർ ആർ യു നൗ? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നീ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ? അപ്പോൾ ഞാൻ ആൻസർ പറയാണ്, ഞാൻ എൻ്റെ ഓഫീസിലാണ്. ഞാൻ എൻ്റെ ഓഫീസിലാണ്. എൻ്റെ ഓഫീസ്. എൻ്റെ ഓഫീസിന് എങ്ങനെ പറയും? എൻ്റെ ഓഫീസ്. എൻ്റെ ഓഫീസ്, മൈ ഓഫീസ്. എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മൈ ഉപയോഗിക്കാം. എൻ്റെ, മൈ. എൻ്റെ ഓഫീസ്, മൈ ഓഫീസ്. ഞാൻ എൻ്റെ ഓഫീസിലാണിപ്പോൾ. ഐ ആം അറ്റ് മൈ ഓഫീസ്. ഐ ആം അറ്റ് മൈ ഓഫീസ് എന്ന് പറഞ്ഞ് എക്സാക്ട് ലൊക്കേഷൻ പറയാണ്. ഞാൻ അവിടെയാണ്. ഐ ആം ദർ. അല്ലെങ്കിൽ ഐ ആം അറ്റ് മൈ ഓഫീസ്. ഞാൻ എൻ്റെ ഓഫീസിലാണ്. നീയോ? വാട്ട് അബൌട്ട് യു? ഞാൻ ഓഫീസിലാണെന്ന് പറഞ്ഞു. വേർ ആർ യു നൗ എന്ന് ചോദിച്ചു. നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താ? ഞാനിപ്പോൾ ഓഫീസിലാണ്. ഐ ആം അറ്റ് മൈ ഓഫീസ് നൗ. നൗ വേണേ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഐ ആം അറ്റ് മൈ ഓഫീസ് എന്ന് പറഞ്ഞാലും മതി. എന്നിട്ട് നമുക്ക് ചോദിക്കാം, വാട്ട് അബൌട്ട് യു? നീയോ? അതായത് നീ എവിടെയാണെന്ന്. വേർ ആർ യു നൗ? വേർ ആർ യു നൗ എന്ന് തിരിച്ച് ചോദിക്കുന്നില്ല. അതിന് പകരം വാട്ട് അബൌട്ട് യു എന്നാണ് ചോദിക്കുന്നത്. ഐ ആം അറ്റ് മൈ ഓഫീസ്. ഞാൻ എൻ്റെ ഓഫീസിലാണ്. വാട്ട് അബൌട്ട് യു? ജോൺ എന്നോട് പറയാണ്, ഞാൻ യാത്ര ചെയ്യുകയാണ്. ഞാൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുക എന്ന വാക്കാണ് ട്രാവൽ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ING ഫോം യൂസ് ചെയ്യാം. ട്രാവലിംഗ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാം, ട്രാവലിംഗ്. ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ഐ ആം ട്രാവലിംഗ്. അല്ലെങ്കിൽ ഐ ആം ട്രാവലിംഗ് നൗ എന്ന് പറയാം. ഞാനൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ഐ ആം പ്ലസ് ING യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ഐ ആം ട്രാവലിംഗ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാമർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ട്രെയിനിങ് സെഷൻ കാണാം. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെ പോവാണ്? നീ ഇപ്പോൾ എവിടെ പോവുകയാണ്? പോവുക എന്ന വാക്ക് ഗോ, പോയിക്കൊണ്ടിരിക്കുക, ഗോയിങ് അല്ലേ? നീ എന്നുള്ള വാക്ക് യു ആണ്. എവിടെ എന്ന വാക്ക് എന്താ? വേർ. നീ ഇപ്പോൾ എവിടെ പോവുകയാണ്? വേർ ആർ യു ഗോയിങ് നൗ? വേർ ആർ യു ഗോയിങ് നൗ? അല്ലെങ്കിൽ നൗ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ വേർ ആർ യു ഗോയിങ്? അവൻ എന്നോട് പറയുകയാണ്, ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്തേക്ക്, ടു എറണാകുളം. പോവുക എന്ന വാക്ക്, പോയിക്കൊണ്ടിരിക്കുക എന്ന വാക്ക് എന്താ? ഗോയിങ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്ലസ് ING ഫോം. നേരത്തെ പറഞ്ഞില്ല ഐ ആം ട്രാവലിംഗ്. അതുപോലെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗോയിങ്. ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു എറണാകുളം. ഐ ആം ഗോയിങ് ടു എറണാകുളം. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു എറണാകുളം നൗ എന്ന് വേണം പറയാം. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? കാരണം ചോദിക്കണം. എന്നെ വിളിച്ചു, എന്തിനാണ് വിളിച്ചതെന്ന് അറിയണ്ടേ? അപ്പോൾ എങ്ങനെ ചോദിക്കും? ഇത് വിളിക്കുക എന്ന വാക്കാണ് കോൾ. എന്നെ എന്ന വാക്കാണ് മീ. കോൾ മീ, എന്നെ വിളിക്കുക അല്ലേ? കോൾ വിളിക്കുക, മീ എന്നെ. എന്തിനാണ്, എന്തുകൊണ്ടാണ്, ഒരു കാരണം ചോദിക്കാനൊക്കെ നമുക്ക് വൈ ഉപയോഗിക്കാം.
WHY എന്തുകൊണ്ടെന്നാണ് അർത്ഥം എങ്കിൽ നമ്മൾ പറയുമ്പോൾ എന്തിനാ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? വൈ എന്തുകൊണ്ട്. നീ എന്തിനാണ് എന്നെ വിളിച്ചത്? വൈ ഡിഡ് യു കോൾ മീ? വൈ ഡിഡ് യു കോൾ മീ? നീ എന്തിനാണ്, നിങ്ങൾ എന്തിനാണ് ഒരു കാര്യം നേരത്തെ ചെയ്തത്? ഇപ്പോഴത്തെ സമയത്തിന് മുമ്പ് നീ എന്തിനാണ് ഒരു കാര്യം നേരത്തെ, ഇപ്പോഴത്തെ സമയത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ എന്തിനാണ് ഒരു കാര്യം ചെയ്തത് എന്ന് ഒരാളോട് ചോദിക്കാൻ വൈ ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങാം. നീ എന്തിനാണ് എന്നെ വിളിച്ചത്? വൈ ഡിഡ് യു കോൾ മീ? ഒന്നുകൂടെ എന്നോട് പ്രാക്ടീസ് ചെയ്യുക. വൈ ഡിഡ് യു കോൾ മീ? വൺസ് അഗെയിൻ, വൈ ഡിഡ് യു കോൾ മീ? അപ്പോൾ നമുക്ക് എന്തിനാണ് നിങ്ങളൊരു കാര്യം നേരത്തെ ചെയ്തതെന്ന് ചോദിക്കാൻ വൈ ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിന്നെ വിളിച്ചത് നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കാനാണ്. നാളെ എറണാകുളത്തൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനിപ്പോൾ തൃശ്ശൂരാണ്, എറണാകുളത്തൊരു മീറ്റിംഗ് ഉണ്ട്, അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കാനാണ്. ഞാൻ നിന്നെ വിളിച്ചത് നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കാനാണ്. നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഓർമ്മിപ്പിക്കാൻ, ശ്രദ്ധിക്കുക. മീറ്റിംഗ്, നാളത്തെ മീറ്റിംഗ് എങ്ങനെ പറയും? ടുമോറോസ് മീറ്റിംഗ്. ടുമോറോ കഴിഞ്ഞ് നമ്മൾ W കഴിഞ്ഞ് അപ്പോസ്ട്രോഫി ഇട്ട് എസ് ഇടുക. നാളത്തെ മീറ്റിംഗ്, ടുമോറോസ് മീറ്റിംഗ്. ഞാൻ നിന്നെ വിളിച്ചത്, ഞാൻ നിന്നെ വിളിച്ചു. ഐ കോൾഡ് യു. കോൾ വിളിക്കുക, കോൾഡ് വിളിച്ചു. ഐ കോൾഡ് യു, ഞാൻ നിന്നെ വിളിച്ചു. എന്തിനാ? ഓർമ്മിപ്പിക്കാൻ. നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കുക എന്ന വാക്കാണ് റിമൈൻഡ്. REMIND. ഓർക്കുക, റിമെമ്പർ. മറക്കുക, ഫോർഗെറ്റ്. ഓർമ്മിപ്പിക്കുക, ഒരു കാര്യം ചെയ്യാൻ ഒരാളെ ഓർമ്മിപ്പിക്കുക, റിമൈൻഡ്. സോ REMIND, റിമൈൻഡ്, ഓർമ്മിപ്പിക്കുക. ഓർമ്മിപ്പിക്കാൻ, ടു റിമൈൻഡ്. ഒരു കാര്യം ചെയ്യാൻ എന്ന് പറയാൻ നമുക്ക് ആ വെർബിൻ്റെ മുമ്പിൽ ടു ഇടാം. ഓർമ്മിപ്പിക്കാൻ, ടു റിമൈൻഡ്. പോകാൻ, ടു ഗോ. വിളിക്കാൻ, ടു കോൾ. സംസാരിക്കാൻ, ടു ടോക്ക്. അപ്പോൾ ഓർമ്മിപ്പിക്കാൻ എങ്ങനെ പറയും? ടു റിമൈൻഡ്. ഓർമ്മിപ്പിക്കുക, റിമൈൻഡ്, ഓർമ്മിപ്പിക്കാൻ, ടു റിമൈൻഡ്. ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ വിളിച്ചു. ഐ കോൾഡ് യു. ഞാൻ നിന്നെ വിളിച്ചത് ഐ കോൾഡ് യു. എന്തിനാ? ടു റിമൈൻഡ്, ഓർമ്മിപ്പിക്കാൻ. എന്ത് ഓർമ്മിപ്പിക്കാനാണ്? എബൌട്ട് ടുമോറോസ് മീറ്റിംഗ്. അതിനെ പറ്റി, എന്തിനെങ്കിലും പറ്റി, എന്തിനെങ്കിലും കുറിച്ചെന്ന് പറയാനാണ് എബൌട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നാളത്തെ മീറ്റിംഗ്, ടുമോറോസ് മീറ്റിംഗ്. നാളത്തെ മീറ്റിങ്ങിനെ പറ്റി, എബൌട്ട് ടുമോറോസ് മീറ്റിംഗ്. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. നാളത്തെ മീറ്റിംഗ്, ടുമോറോസ് മീറ്റിംഗ്. നാളത്തെ മീറ്റിങ്ങിനെ പറ്റി, എബൌട്ട് ടുമോറോസ് മീറ്റിംഗ്. ഓർമ്മിപ്പിക്കാൻ, ടു റിമൈൻഡ്. ഓർമ്മിപ്പിക്കാൻ, ടു റിമൈൻഡ്. ഞാൻ നിന്നെ വിളിച്ചത് അതിനാണ്, വിളിച്ചു. ഐ കോൾഡ് യു. ഞാൻ നിന്നെ വിളിച്ചത് നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കാനാണ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്ത് സ്ക്രീൻ നോക്കി പറയുക. സ്ക്രീൻ നോക്കി പറഞ്ഞോളൂ. ഐ കോൾഡ് യു ടു റിമൈൻഡ് യു അബൌട്ട് ടുമോറോസ് മീറ്റിംഗ്. ഐ കോൾഡ് യു ടു റിമൈൻഡ് യു അബൌട്ട് ടുമോറോസ് മീറ്റിംഗ്. നാളത്തെ മീറ്റിങ്ങിനെ പറ്റി നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നിങ്ങൾ നോട്ട്ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കുക, നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പോവുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സ് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറയാണ്, ഞാൻ മീറ്റിങ്ങിന് അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദർ ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന്, ഫോർ ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിന് അവിടെ ഉണ്ടാകും. അതായത് മീറ്റിങ്ങിന്, ഫോർ ദ മീറ്റിംഗ്, അവിടെ, ദർ. മീറ്റിങ്ങിന്, ഫോർ ദ മീറ്റിംഗ്, അവിടെ, ദർ. ഞാൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദർ. ഐ വിൽ ബി ദർ. നാളത്തെ മീറ്റിംഗ് ഞാൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദർ ഫോർ ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിന് അവിടെ ഉണ്ടാകും. ഐ വിൽ ബി ദർ ഫോർ ദ മീറ്റിംഗ്. ഞാൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദർ ഫോർ ദ മീറ്റിംഗ്. എന്നിട്ട് ഞാൻ പറയാണ്, എന്തായാലും എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചതിന് നന്ദി. എന്തായാലും എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചതിന് നന്ദി. എന്നെ ഓർമ്മിപ്പിക്കുക, റിമൈൻഡിങ് മീ എന്ന് നമ്മൾ പറയുന്നുണ്ട്. നന്ദി എന്ന് എങ്ങനെ പറയും? താങ്ക്സ്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. എന്നെ ഓർമ്മിച്ചതിന് നന്ദി. എന്തായാലും, എനിവേ. എന്തായാലും, എനിവേ. എന്തായാലും എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എനിവേ, താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. എനിവേ, താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. അതിനൊപ്പം ഞാൻ അവനോട് ചോദിക്കുകയാണ്, പറഞ്ഞ പോലെ നീ എന്തിനാണ് എറണാകുളത്ത് പോകുന്നത്? നീ എന്തിനാണ് എറണാകുളത്തേക്ക് പോകുന്നത്? എറണാകുളത്തേക്ക്, ടു എറണാകുളം. എറണാകുളത്തേക്ക് പോവുക, ഗോയിങ് ടു എറണാകുളം. ഇപ്പോൾ, നൗ എന്ന വാക്കുണ്ട്. എറണാകുളത്തേക്ക് ഇപ്പോൾ പോവുക, ഗോയിങ് ടു എറണാകുളം നൗന്നോട് ആഡ് നിങ്ങൾ ശ്രദ്ധിക്കാം. അതിനൊപ്പം തന്നെ നീ എന്തിനാണ് പോകുന്നത്? എന്തിനാണ്, കാരണം ചോദിക്കാൻ വൈ ആണ്. നീ എന്തിനാണ് ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാനാണ് YRE+ING യൂസ് ചെയ്യേണ്ട പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നീ എന്തിനാണ് ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത്? ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ ചോദിക്കുക? നീ എന്തിനാണ് കരയുന്നത്? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വൈ ആർ യു ഗോയിങ്? നീ എന്തിനാ അവനെ ശല്യം ചെയ്യുന്നത്? വൈ ആർ യു ഡിസ്റ്റർബിങ് ഹിം? നീ എന്തിനാണ് ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ YRE+ING ഫോം ചോദിക്കാം. നീ എന്തിനാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നത്? എങ്ങനെ ചോദിക്കും? വൈ ആർ യു ഗോയിങ് ടു എറണാകുളം നൗ? വൈ ആർ യു ഗോയിങ് ടു എറണാകുളം നൗ? വൺസ് അഗെയിൻ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. വൈ ആർ യു ഗോയിങ്? നീ എന്തിനാണ് പോകുന്നത്? വൺസ് അഗെയിൻ വൈ ആർ യു ഗോയിങ് ടു എറണാകുളം നൗ? എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മാത്രമല്ല, പറഞ്ഞ പോലെ
പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം നമുക്ക് ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ പറയാം. പറഞ്ഞ പോലെ ബൈ ദ വേ വൈ ആർ യു ഗോയിങ് ടു എറണാകുളം നൗ? പറഞ്ഞ പോലെ നീ ഇപ്പോൾ എന്തിനാണ് എറണാകുളത്ത് പോകുന്നത്? എന്നിട്ട് അവനോട് ഞാൻ ചോദിക്കുകയാണ്, മീറ്റിംഗ് നാളെ അല്ലേ? ദ മീറ്റിംഗ് ഈസ് ടുമോറോ റൈറ്റ്? ദ മീറ്റിംഗ് ഈസ് ടുമോറോ. മീറ്റിംഗ് നാളെയാണ് അല്ലേ? ശരിയല്ലേ? റൈറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. ദ മീറ്റിംഗ് ഈസ് ടുമോറോ റൈറ്റ്? ദ മീറ്റിംഗ് ഈസ് ടുമോറോ റൈറ്റ്? എന്നൊപ്പം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അവൻ പറയുകയാണ് യെസ് ഇറ്റ് ഈസ്. അതെ അങ്ങനെയാണ്, അതങ്ങനെയാണ്. യെസ് ഇറ്റ് ഈസ്. ബട്ട് ഐ ആം ഷുവർ ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ദർ അറ്റ് 9:30 AM ടുമോറോ. ഇത് വെച്ച് വലിയ സെൻറ്റൻസ് ആണ്, പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. യെസ് ഇറ്റ് ഈസ്, അതങ്ങനെയാണ്. എനിക്ക് ഉറപ്പാണ്, ഐ ആം ഷുവർ. ഇതാണ് ഇവിടെ പഠിക്കേണ്ട കാര്യം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ഉറപ്പാണെന്ന് എങ്ങനെ പറയും? ഐ ആം ഷുവർ. എനിക്ക് ഉറപ്പല്ലെങ്കിലോ ഐ ആം നോട്ട് ഷുവർ എന്ന് പറയാം. എനിക്ക് ഉറപ്പാണ്, ഐ ആം ഷുവർ. എനിക്ക് ഉറപ്പല്ലെങ്കിലോ ഐ ആം നോട്ട് ഷുവർ. യെസ് മീറ്റിംഗ് നാളെ അല്ലേ എന്ന് ഞാൻ ചോദിച്ചില്ലേ? അപ്പോൾ അവൻ എന്താ പറയുന്നത്? യെസ് ഇറ്റ് ഈസ് ബട്ട് ഐ ആം ഷുവർ ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ദർ അറ്റ് 9:30 AM ടുമോറോ. ഐ വോണ്ട് ബി ഏബിൾ അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു റീച്ച് ദർ അറ്റ് 9:30 AM ടുമോറോ. എനിക്കവിടെ എത്തിച്ചേരാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഐ ആം ഷുവർ. എന്തുറപ്പാണ്? ഞാൻ അവിടെ എത്തില്ലെന്ന്, എനിക്കവിടെ എത്താൻ സാധിക്കില്ലെന്ന്. ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ദർ അറ്റ് 9:30 AM ടുമോറോ. നീ ഒരു ഹോട്ടലിൽ തങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ? ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ? നീ അതിൽ ഹോട്ടലിൽ തങ്ങാനാണോ ഉദ്ദേശിക്കുന്നത്? ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ ടുഡേ? അപ്പോൾ പറയണം നോ ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഐ ഹാവ് എ ഫ്രണ്ട്. ഐ വിൽ സ്റ്റേ ഇൻ ഹിസ് ഹൗസ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താ? തങ്ങുക, താമസിക്കുക. ഞാൻ ഇന്ന് അവൻ്റെ വീട്ടിൽ തങ്ങും. ഐ വിൽ സ്റ്റേ ഇൻ ഹിസ് ഹൗസ് ടുഡേ. അതിനകത്ത് കുറച്ച് ടഫായിട്ടുള്ള സെൻറ്റൻസ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ പഠിക്കുക, അത് അല്ലാത്ത കാര്യങ്ങൾ പലതവണ കേട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ടെലിഫോണിക് കോൺവെർസേഷൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മളിന്ന് ചെയ്തത്. ജോണും ഞാനും തമ്മിലുള്ള സംഭാഷണമാണ്. ജോൺ എന്നെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് എന്താ? നീ ഇപ്പോൾ എവിടെയാണ്? എന്നോട് ചോദിക്കണം, നീ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ? ഞാൻ അവനോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഓഫീസിലാണ്. നീയോ? ഐ ആം അറ്റ് മൈ ഓഫീസ്. ആൻഡ് വാട്ട് അബൌട്ട് യു? അവൻ എന്നോട് പറയുകയാണ്, ഞാൻ യാത്ര ചെയ്യുകയാണിപ്പം. ഐ ആം ട്രാവലിംഗ് നൗ. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെ പോവുകയാണ്? വേർ ആർ യു ഗോയിങ്? അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ് നൗ? അവൻ എന്നോട് പറയുകയാണ്, ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ടു എറണാകുളം. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു എറണാകുളം നൗ വേണേ ആഡ് ചെയ്യാം. ഞാൻ അവനോട് ചോദിക്കണം, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? വൈ ഡിഡ് യു കോൾ മീ? അവൻ എന്നോട് പറഞ്ഞ എന്താണ്? ഞാൻ നിന്നെ വിളിച്ചത് നാളത്തെ മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കാനാണ്. ഐ കോൾഡ് യു ടു റിമൈൻഡ് യു അബൌട്ട് ടുമോറോസ് മീറ്റിംഗ്. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, ഞാൻ മീറ്റിങ്ങിന് അവിടെ ഉണ്ടാവും. എന്തായാലും എന്നെ വിളിച്ചതിന് നന്ദി. ഐ വിൽ ബി ദർ ഫോർ ദ മീറ്റിംഗ്. എനിവേ താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. നീ ഇപ്പോൾ എന്തിനാണ് എറണാകുളത്തേക്ക് പോകുന്നത്? മീറ്റിംഗ് നാളെ അല്ലേ? ബൈ ദ വേ വൈ ആർ യു ഗോയിങ് ടു എറണാകുളം നൗ? ദ മീറ്റിംഗ് ഈസ് ടുമോറോ റൈറ്റ്? അതെ മീറ്റിംഗ് നാളെ തന്നെയാണ്, പക്ഷേ എനിക്ക് ഉറപ്പാണ് എനിക്കവിടെ രാവിലെ 9:30 എറണാകുളത്ത് എത്തിച്ചേരാൻ പറ്റില്ലെന്ന്. യെസ് ഇറ്റ് ഈസ് ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ദർ അറ്റ് 9:30 AM ടുമോറോ. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ അതിൽ ഹോട്ടലിൽ തങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ? തങ്ങുക, സ്റ്റേ. ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ആർ യു പ്ലാനിങ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു പ്ലാനിങ് വെച്ച് ചോദ്യം തുടങ്ങുന്നത്. ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ? നീ ഒരു ഹോട്ടലിൽ തങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? നോ ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ തങ്ങും. ഐ വിൽ സ്റ്റേ ഇൻ ഹിസ് ഹൗസ് ടുഡേ. ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് തങ്ങും. സോ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷനോ കൂടുതൽ ഹെൽപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. പെയ്ഡ് യൂട്യൂബിൽ ഓൾറെഡി ഞാൻ ഫ്രീ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ട്രെയിനറിന് സപ്പോർട്ടുള്ള കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 900 rupees തൊട്ട് തുടങ്ങുന്നുണ്ട്. 900 rupeesന് സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്, ഡിജിറ്റൽ കോഴ്സാണ്. മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. അത്യാവശ്യം ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. കോഴ്സിൽ 10 എക്സാംസ് ഉൾപ്പെടെയാണ് വരുന്നത്. റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് 10 എക്സാംസ്. അതിനോട് ഞാനൊരു ബുക്കിൻ്റെ ഓർഡറാണ്. അതിൻ്റെ PDF ഫോർമാറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് കൂടാതെ പ്രോ ലെവൽ കോഴ്സസ് ലെവൽ 1 and 2 ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. പ്രോ ലെവൽ 1 and 2 കോഴ്സിൽ സപ്പോർട്ടുണ്ട്, ട്രെയിനർ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാറ്റ് സപ്പോർട്ട്, ഒരു പേഴ്സണൽ ട്രെയിനർ ചാറ്റ് സപ്പോർട്ടുണ്ട്. പ്രോ ലെവൽ 2 കോഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഫോണിക് സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് 200 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
PDF ഫോർമാറ്റ് ഇ ബുക്ക് ഉണ്ട്, അതുപോലെ ഒറിജിനൽ ബുക്സും അവൈലബിൾ ആണ്. നിങ്ങൾ കോഴ്സിനെ പറ്റിയോ ബുക്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. So that's all for today. I'll be back with the next training session soon. Bye.